ചേരുകയാണ്. പിതാവ്, എങ്ങനെയാണ് ഈ ഒരു യാത്ര, അവകാശ സംരക്ഷണ യാത്ര 10 ദിവസം നീണ്ടു നിൽക്കുന്നു, തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ എത്തുമ്പോൾ അത് കേരളത്തിൽ ഉണ്ടാക്കുന്ന മൊത്തത്തിലുള്ള ചലനങ്ങൾ? തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയോടുകൂടിയാണ്. അവകാശ സംരക്ഷണ യാത്ര തന്നെ എന്നാണല്ലോ ഇതിന്റെ പേര് തന്നെ. പല മേഖലകളിലും നമുക്കാവശ്യമായിട്ടുള്ള പിന്തുണ കിട്ടുന്നില്ല എന്ന ചിന്തയാണല്ലോ ഇത്തരം ഒരു അവകാശ സംരക്ഷണ റാലി നടത്തുന്നതിന് പ്രേരിപ്പിക്കുന്നത്. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ സമീപനങ്ങൾ നമുക്കുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത്. റാലി തുടങ്ങുമ്പോൾ തന്നെ ഭിന്നശേഷിക്കാരുടെ നിയമനത്തെ സംബന്ധിച്ച് അനുകൂലമായ ഒരു തീരുമാനം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ലേ, അതുപോലെ ഇനിയും ഉണ്ടാകുമെന്ന് നാം പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഇതൊരു കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറയുന്നത് സീറോ മലബാർ സഭയുടെ സമുദായ സംഘടനയാണെങ്കിൽ കൂടി സാധാരണക്കാരനെ ബാധിക്കുന്ന പ്രശ്നങ്ങളിലാണ് നമ്മൾ ഈ ഒരു യാത്ര നടത്തുന്നത്. അതുകൊണ്ട് എല്ലാ ക്രൈസ്തവ സമൂഹത്തിന്റെ പോലും ഒരു പിന്തുണ ഈ ഒരു സമരത്തിൽ ഇല്ല, ക്രൈസ്തവരുടെയും എല്ലാവരുടെയും. കാരണം വന്യമൃഗങ്ങളുടെ ആക്രമണം ജാതിയും മതവും നോക്കിയിട്ടൊന്നും അല്ലല്ലോ ആക്രമിക്കുന്നത്. ആന വരുമ്പം എല്ലാവരെയും ആക്രമിക്കുകയല്ലേ. അപ്പോൾ അവർക്ക് നീതി കിട്ടും. എല്ലാവരും അല്ലേ ബാധിക്കുന്നത്, അവർക്ക് നീതി കിട്ടണം. അങ്ങനെ നമ്മുടെ അവകാശങ്ങൾ ഒരു സമൂഹത്തിന് വേണ്ടി, ഒരു സമുദായത്തിന് വേണ്ടി മാത്രമല്ല, ക്രിസ്തു അങ്ങനെ പഠിപ്പിച്ചിട്ടുമില്ല. എല്ലാവർക്കും വേണ്ടിയാണ് ക്രൂശിതനായത്. അതുകൊണ്ട് ഈ കത്തോലിക്ക കോൺഗ്രസ് എല്ലാവർക്കും വേണ്ടിയാണ് ഈ റാലി നടത്തുന്നത്.